Hello guys, welcome back to my YouTube channel Cute Psychos. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മറ്റേ സാധനത്തില് തംബ്നെയില് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് വന്നിരിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ തഗ് ലൈഫിന്റെ റിവ്യൂ പറയാനാണ്. തഗ് ലൈഫിന്റെ റിവ്യൂ പറയുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയൊരു കുഞ്ഞ് അൺബോക്സിംഗ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐജാക്കിന്റെ 2 ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്തിട്ട് ഇട്ട് നോക്കിയിട്ട് എന്നിട്ട് നമുക്ക് ബാക്കി തഗ് ലൈഫ് പറയാം. ഓക്കെ, അപ്പൊ ഇത് അത്യാവശ്യം ലൈക്ക് നല്ല പ്രീമിയം ക്വാളിറ്റി ഇതൊക്കെയാണ്, ലൈക്ക് ബോക്സിംഗ് ഒക്കെയാണ്. ആൻഡ് ഐജാക്സിൽ നല്ല കുറച്ച് വെറൈറ്റി ഫ്രെയിമുകൾ ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ആ സൈറ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ. ഓക്കെ, അപ്പൊ അങ്ങനെ ആയിട്ടാണ് നമ്മളിപ്പോ അതെ ഈ സാധനം കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇത് തുറക്കാം. എന്ത് തുറക്കാം? ഫസ്റ്റ് ബോക്സ് തുറക്കാം. അങ്ങനെ അൺബോക്സിംഗ് ആണ് ഗേൾസ്. കണ്ടോ, ഇതാണ് ഷെയ്ഡ്സ്. ഐജാക്ക് എന്നൊക്കെ എഴുതിയിട്ട് നല്ല ഒരു വാട്ടർ ഡ്രോപ്ലെറ്റിന്റെ ഷേപ്പിലൊക്കെയാണ് സാധനം ബോക്സ് ഉള്ളത്. അപ്പോൾ നമ്മളിത് തുറക്കുകയാണ്. തുറക്കുമ്പോൾ എന്ന് പറഞ്ഞതിൻ്റെ ഉള്ളിൽ ദിസ് ഈസ് അവർ ഷെയ്ഡ്സ്. പിന്നെ നമ്മളിൽ ഐജാക്കിൻ്റെ മറ്റേ നമ്മളെ തുടക്കണ സൂൻ ആപ്ലിക്കേഷൻ അതും ഉണ്ട്. അത്ര ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് സൂൻ ആപ്ലിക്കേഷൻ എടുക്കാം. നമുക്ക് ഷെയ്ഡ്സ് തുറക്കാം. നമുക്ക് പിന്നെ എൻ്റെ ഒട്ടുമിക്ക എല്ലാ വീഡിയോസിലും ഇതിലൊക്കെ കണ്ടാൽ മനസ്സിലാവും എനിക്ക് ഷെയ്ഡ്സ് ഭയങ്കര വീക്ക്നെസ്സാണ്. ഷെയ്ഡ്സ് ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വെറൈറ്റി ഫ്രെയിംസ് കാണുമ്പോൾ എടുക്കല് വന്നതാണ്. അയ്യോ, സംസാരത്തിൻ്റെ ഇടയിൽ അപ്പൊ നമ്മള് തുറന്ന് ഇതാണ് നമ്മളെ ഷെയ്ഡ്സ്. അത്യാവശ്യം നല്ല കണ്ടില്ലേ, ഐജാക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ല അടിപൊളി പ്രീമിയം ലുക്കാണ്. അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട്. സോ ദിസ് ഈസ് വൺ ഓഫ് ദ ഷെയ്ഡ്സ്. ഓക്കെ, കൊള്ളാം, എനിക്കിഷ്ടായി. എനിക്ക് കാണാൻ ലുക്ക് ഉണ്ടോ ഇല്ല എന്നൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയൂ. ഓക്കെ, ഇതൊരു ഷെയ്ഡ്സ്. അവിടെ ഇരിക്കേ, വൺ മോർ റൈറ്റ്. അപ്പൊ നമുക്ക് ഇത് തുറക്കാം. ഇത് തുറന്നിട്ട് നമുക്ക് നോക്കാൻ കണ്ടെന്ന് ഇതും സെയിം അതേ മൂഡ് തന്നെ. അതേ മറ്റേ വെള്ളത്തുള്ളി. വെളുത്തുള്ളി ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ വെള്ളത്തുള്ളി, ഇങ്ങനെ ആയി കഴിഞ്ഞാൽ എന്താണ് ലൊക്കേഷന്റെ മറ്റേ സാധനം. ടിറ്റു മതി. മൂപ്പര് മറ്റേ നമ്മളെ ഇതിന്റെ വള്ളിമ പിടിച്ച് കളിച്ചോണ്ടിരിക്കുകയാണ്. അതിപ്പോ കാണിച്ചു തരാൻ നിന്ന് കഴിഞ്ഞാലും സീനാണ്. ഈ മൂപ്പരെ കാല് മാറ്റി. ഓക്കെ, അപ്പൊ വെള്ളത്തുള്ളി ഇത് നമ്മൾ തുറക്കുമ്പോഴും സെയിം അതേപോലത്തെ ഒരു കവർ ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു സിപ്പ് ലോക്ക് പോലത്തെ ഒരു സിപ്പ് ലോക്ക് ഉണ്ട്. അതിൻ്റെ ഉള്ളിലാണ് നമ്മളെ സാധനം ഇരിക്കണേ. ആൻഡ് ഇതിൻ്റെ ഉള്ളിലും സെയിം നമ്മളെ തുടക്കാനുള്ള സാധനം ഇത് പറയും പേപ്പറിന് ആ സാധനത്തിന് മറന്നുപോയി. സോ ദിസ് ഇസ് ദ അതർ വൺ. ഈ അതർ വണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഞാൻ ഓറിയന്റലിൽ പഠിച്ച കാലുണ്ട് വയനാട്ടിൽ. അപ്പൊ അന്ന് എൻ്റെ ഒരു 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരുടെ ഉണ്ടായിരുന്ന അവൻ്റെ ഉള്ള ഒരു ഷെയ്ഡ്, അവനും അവളും ലൈക്ക് അവർ കപ്പിൾ ഗോൾസ് ആയിരുന്നു. അപ്പോൾ അവരുടെ ഉണ്ടായിരുന്ന ഷെയ്ഡ്സ് ആ സാധനം അവരുണ്ടെങ്കിലും കൂടുതൽ ഞാനാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഷെയ്ഡിന്റെ അതേ ഒരു ലുക്കിലുള്ള ഒരു സാധനമാണ് ഞാൻ ഈ എടുത്തത്. ആൻഡ് കൊള്ളാം അല്ലേ? ഓക്കെ, ഇതില് വെച്ചിട്ട് സംസാരിച്ചാലോ? ബാക്കിയുള്ള ഈ ഷെയ്ഡ്സ് വേണ്ട, നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ഈ ഷെയ്ഡ്സ് ഇട്ടിട്ട് നമ്മളൊരു വീഡിയോ എടുക്കുന്നതാണ്. ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ തഗ് ലൈഫ് ആയതുകൊണ്ടും തഗ് ലൈഫിനെ പറ്റി പറയാൻ വന്നുകൊണ്ടും നമുക്ക് കാര്യം ചെയ്യാം. നമ്മളെ മറ്റേ ഷെയ്ഡ്സ് ഇടാം. ഓക്കെ, പിന്നെ വേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയത് ആക്ച്വലി നമ്മളെ ഫണ്ണിൽ ഇവിടെ തൃശ്ശൂര് ഉള്ളവർക്ക് അറിയാം. തൃശ്ശൂര് ഫണ്ണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തൃശ്ശൂര് ഫണ്ണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയേറ്റർ ഉണ്ട്. ആ തിയേറ്ററിലാണ് ഞാൻ പോയിട്ട് കണ്ടത്. അപ്പോ തിയേറ്ററിനെ പറ്റി പറയാനാന്ന് വെച്ച് കഴിഞ്ഞാല് തിയേറ്റർ ഈസ് ഓക്കെ. ഞാൻ കാര്യമായിട്ട് പറയാണ്, നമുക്ക് ആ തിയേറ്ററിനെ കുറച്ചും കൂടി ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യണം. അവിടെയുള്ള ആ സ്റ്റാഫ് ചെക്കന്മാർക്കൊക്കെ ആ ഓർഡർ എടുക്കാൻ ആൾക്കാർ വന്ന് എന്നൊക്കെയുള്ള പോലത്തെ ഒരു സാധനത്തിൽ ഇപ്പൊ നമ്മൾ പോയിട്ട് പൊക്കോ അങ്ങനെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ കുറെ ആൾക്കാർ വന്നിക്കണം. എന്തിനപ്പോ വന്നത്? നമ്മളെന്തോ മറ്റേ ഉള്ള പോലത്തെ ഒരു സാധനത്തില്ല. അതെനിക്ക് ജാതി മോശമായി തോന്നി. അപ്പോ പിന്നെ എന്തുട്ടാ പറയാൻ വന്നത്. അപ്പൊ ആരൊക്കെ വിട് ഫണ്ണ് ഒക്കെ അവർ കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനും ഉണ്ട് ആക്ച്വലി. ബട്ട് സൗണ്ടും ബാക്കിയുള്ളതും അതും എനിക്ക് കിട്ടിയ ഞാൻ ഫോട്ടോ ഇടാം, അല്ല ഒരു ഇതിലിടയിൽ ആ വീഡിയോ ഇടാം. എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ പ്രോപ്പർ സെന്ററിലുള്ള സീറ്റ് ആയിരുന്നു. ലൈക്ക് പ്രോപ്പർ സെന്റർ. ഏറ്റവും ബാക്കിൽ എനിക്കിങ്ങനെ ഫുൾ അടിപൊളിയായിട്ട് കാണാൻ പറ്റിയിരുന്നു. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഇനി പറത്തിക്ക് കിടക്കാം.
പടത്തേക്ക് കിടക്കുമ്പോ ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് അങ്ങോട്ട് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സത്യം പറയാലോ, പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. എനിക്കെന്തോ ലൈക്ക് ഫസ്റ്റ് ഹാഫ് ലാഗാണ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് ഹാഫ് എത്തുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് ഈസ് ലൈക്ക് വാട്ട് ടു സേ, നമ്മളെ ഒരു വലിച്ചു നീട്ടി എന്തൊക്കെയാക്കി നമുക്കറിയാം എന്തൊക്കെ ഇപ്പൊ ഉണ്ടാവാൻ പോണേ ഒക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു സാധനമാണ്. അതിന്റെ ഇടയിൽ കൂടി വാട്ട് ടു സേ, നമുക്ക് തുടക്കം തൊട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടർ മണിരത്നത്തിന്റെ ഒരു പടം വൺ മണിരത്നം മൂവി എന്ന് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ വിഷ്വലൈസേഷൻ കാണിച്ചിരിക്കണ സാധനങ്ങളൊക്കെ അടിപൊളി. അതിനൊപ്പം എഴുതിക്കുന്നത് മണിരത്നവും കമലഹാസനുമാണ്. അത് ഞാൻ ഇപ്പോഴാണ് കമലഹാസനും ഉണ്ടെന്ന് പറഞ്ഞത്. ആൻഡ് എഴുത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞു ഈ പടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ ഒന്ന് സിംബു STR. ആള് പൊളിച്ചിട്ടുണ്ട്. ആളെ ലൈക്ക് നമ്മൾ ഇങ്ങനെ ഒരു രീതിയിൽ കണ്ടിട്ടില്ല. അത് നല്ലൊരു രസത്തിൽ ആള് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജോജു കില്ലറോസ്കി ആയിരുന്നു. ജോജുവിന് കോട്ടയംകാരി അച്ഛൻ അത് നൈസായിട്ട് ജോജു പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ തൃഷ നൈസ് അങ്ങനെ അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ റഹ്മാന്റെ മ്യൂസിക് ഇസ് ടു ഗുഡ്. റഹ്മാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അറിയാലേ റഹ്മാനാണ്. സോ ഞാൻ എപ്പോഴും പറയാം എനിക്ക് അത്ര അങ്ങോട്ട് വർക്കൊന്നും ആയില്ല. കുറെ ഇപ്പൊ ലാസ്റ്റത്തെ ഒരു നൈസ് ഫൈറ്റ്സുകളൊക്കെ ഉണ്ട്. സിംബു അത്യാവശ്യം പാടുപെട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കമലഹാസൻ പിന്നെ ഫുൾ അറിയാലോ, പിന്നെ ആക്ഷൻസ് അങ്ങനെ പോവും. മറ്റേ ഒരു ഓക്കേഷ് എൻഡ് ഓഫ് ദ ഡേ ഒരു ഓക്കേഷ് പടം. ലൈക്ക് തിയേറ്റർ മസ്റ്റ് വാച്ച് എന്നൊന്നും ഞാൻ പറയൂല, അത്ര ഇതൊന്നുമില്ല. ബട്ട് ഒരു ഓക്കേഷ് പടം കണ്ടിരുന്നു. ഈ പറഞ്ഞ പോലെ ഫണ്ണി പോയി. അതും ഞാൻ കുറെ നാൾക്ക് ശേഷമാണ് ഒറ്റയ്ക്ക് ഒരു സിനിമ പോയി കാണുന്നത്. അതും ഉണ്ടായിരുന്നു. പിന്നെ അത്ര തിരക്കൊന്നും പറയാനില്ല. ഇനിയിപ്പോ തിരക്കിന് ആവില്ല എന്നൊന്നും അറിഞ്ഞൂടെ. ബട്ട് ഇപ്പൊ അങ്ങനെ തിരക്കൊന്നും ഇല്ല. പിന്നെ ഇതൊക്കെ തന്നെ. സിനിമാറ്റോഗ്രാഫർ രവി കെ ചന്ദ്രൻ, ആള് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗ് ആണെങ്കിലും ശ്രീ കെ പ്രസാദ് ആളുടെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തോ കഥടയാണോ അതോ ഈ അഭിനയത്തിനെ പറ്റിട്ടല്ല എന്താന്ന് അറിഞ്ഞൂടാ. ഒരു ഫ്ലോ അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല. അത് എനിക്ക് ഭയങ്കര എന്തോ പോലെ തോന്നി. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ലൈക്ക് സത്യം പറഞ്ഞ ഫസ്റ്റ് ഹാഫ് ഭയങ്കര നമുക്ക് ഉറക്കൊക്കെ വന്ന് എണീച്ച് പോയി. സെക്കൻഡ് ഹാഫ് എത്തിയപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ എങ്ങനെയൊക്കെ പടം ഒന്ന് പെട്ടെന്ന് തീർന്നാ മതി എന്നുള്ള പോലത്തെ ഒരു അവസ്ഥയൊക്കെ എത്തി കുറെയൊക്കെ കഴിഞ്ഞപ്പോ. കാരണം അങ്ങോട്ടൊരു വെറുതെ കുറെ ഇതുകൾ ഇങ്ങനെ കാട്ടിക്കൊണ്ടിരുന്നു. ഐശ്വര്യലക്ഷ്മി ഉണ്ട്. ഐശ്വര്യലക്ഷ്മിയും അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ലൈക്ക് കുറച്ചോളെങ്കിലും ഐശ്വര്യലക്ഷ്മി ചെയ്തിട്ടുണ്ട്. ഐശ്വര്യലക്ഷ്മിയുടെ തമിഴാണ് നമുക്ക് രസം. ലൈക്ക് നമ്മളൊക്കെ തമിഴ് പറയണ പോലെ തന്നെയാണ്. എന്ന് വെച്ചാൽ ആള് മലയാളിയാണല്ലോ. അപ്പൊ ആളുടെ ഇത് വരുമ്പോ നമുക്ക് അവര് മലയാളം സാധനം ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കയറി വരും. ചില വാക്കുകളും ഇതൊക്കെ പറയുമ്പോൾ അതൊക്കെ രസം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ ലിങ്ക് ഇടാം ഐജാക്കിന്റെ. അപ്പൊ നിങ്ങളൊന്ന് വെറുതെ ജസ്റ്റ് ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറെ ഫ്രെയിമുകളുണ്ട്. നല്ല നല്ല വെറൈറ്റി സാധനങ്ങളുണ്ട്. ഇഷ്ടപ്പെട്ട ഒരു ഫ്രെയിം ഒക്കെ വാങ്ങി എല്ലാവരും എടുത്തിടാം. ഞാൻ എന്തായാലും ലിങ്ക് ബയോയിൽ ഇടാം. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യൂ. പിന്നെ അതർ ദാൻ ദാറ്റ് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ആക്ച്വലി ഇതിന്റെ തൊട്ട് മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് എഡിറ്റിംഗിൽ കുറച്ച് സാധനമൊക്കെ വന്നപ്പോൾ നമ്മളെ ടിറ്റുവിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു നൈസ് സാധനം ഞാൻ ലൈക്ക് വാങ്ങി അതുണ്ടാക്കിയൊക്കെ വെച്ച് നമ്മൾ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ നമ്മൾ സൂൺ ലൈക്ക് 2 ദിവസത്തിന്റെ ഉള്ളിൽ എന്തായാലും ഇടുന്നതാണ്. അതായത് ഹൗസ് മൈ ഡ്രാഗൺ ബോൾ സി ടീഷർട്ട് മുടയില്ലേ പുതിയതാ വാങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒന്നാമത് ഡ്രാഗൺ ബോൾ സി ആനിമെ ഭയങ്കര ആനിമെ ഫാൻ ഒന്നും അല്ലെങ്കിലും ഞാൻ കുറച്ച് ആനിമെ കാണാം. എൻ്റെ റൂമിൽ നോക്കിയാലും കാണാം നറൂട്ടോ അങ്ങനെ കുറച്ച്. അപ്പൊ ഡ്രാഗൺ ബോൾസി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കുട്ടിക്കാലം തൊട്ട് നമ്മൾ കാണണമല്ലോ. അപ്പൊ അങ്ങനെ അതാണ് എൻ്റെ ഡ്രാഗൺ ബോൾസി പുതിയ ടീഷർട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ വാങ്ങിയെടുത്തു. പിന്നെ അത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവര് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. എല്ലാവർക്കും അങ്ങോട്ട് അയച്ചു കൊടുത്ത് ഫോളോവേഴ്സിനായിട്ട് കൂട്ടല്ലേ, മീൻ സബ്സ്ക്രൈബേഴ്സിനായിട്ട് കൂട്ടിത്താ. ബാക്കി എന്നിട്ട് എന്തെങ്കിലും ഞാൻ ചെയ്യണേൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഭയങ്കര ഇതായി തോന്നേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ഇമ്പ്രൂവ് ചെയ്യാനോ ഇംപ്രൂവൈസ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ബിലോ. സോ ദാറ്റ് അങ്ങനെയല്ലേ വളരാ ഏത്. പിന്നെ എൻ്റെ വേറെ ഞാനിപ്പോൾ ഇവന്റ് പ്ലാനിങ് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോസും സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലും ഇപ്പം അടുത്ത് ഒരു ഷോർട്ട് ഇടുക, അതിൻ്റെ ലിങ്കും ഞാൻ അടിയിലിടാം. അപ്പം നിങ്ങൾ നോക്ക്, ഇഷ്ടപ്പെടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.
സോ അതാണ് എന്റെ തഗ് ലൈഫിന്റെ റിവ്യൂ. പേഴ്സണലി ഞാൻ പറയുന്ന കാര്യമാണ്. നിങ്ങൾ പോയിട്ട് കണ്ടിട്ട് അത് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാണ് അത് വർക്കായി എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് വീണ്ടും കമന്റിൽ ഇടുക. ഓക്കെ, സോ ഇറ്റ് ഈസ് ക്യൂട്ട് സൈക്കോ സൈനിങ് ഓഫ്.